കുറച്ച് എല്ലും കപ്പ ഉണ്ടാക്കിയാലോ? അതിനാവശ്യമുള്ള സാധനങ്ങൾ: കപ്പ 1 കിലോ, ബീഫ് എല്ലോട് കൂടിയത് 1 കിലോ, ഒരു അര കപ്പ് തേങ്ങ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സവാള സ്ലൈസായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, ഗരം മസാല, കുരുമുളക് പൊടി. ആദ്യം നമുക്ക് കുക്കർ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. സവാള സ്ലൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം കുക്കർ അടച്ച് വേവിക്കാൻ വെക്കാം. ബീഫ് വെന്ത് വരുന്ന സമയത്ത് കപ്പ വേവിക്കാനായി കപ്പയിലേക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിക്കാൻ വെക്കാം. അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണയൊഴിച്ച് ചിരകി തേങ്ങയിട്ട് നന്നായി ഇളക്കി കൊടുക്കണേ. ഒരു ബ്രൗൺ കളർ ആകുന്നതിന് വരെയൊക്കെ ഇളക്കിക്കൊണ്ടേ അടി പിടിക്കാതെ പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ. അങ്ങനെ തേങ്ങ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യണം കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടിയാണ്. വറുത്ത തേങ്ങ നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് വെന്ത കപ്പയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് ബീഫ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കണേ. ആ കൂട്ടത്തിൽ കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.